ഹായ്, ഇന്ന് നമുക്കൊരു വൺ പോട്ട് ചിക്കൻ റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തൈസാണ് എടുത്തേക്കണത്, ചിക്കൻ തൈസ്. ഏതായാലും കുഴപ്പമില്ല, ചിക്കൻ തൈസാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ അതിൽ നമുക്ക് മസാല ഇടാം. അതിൻ്റെ അകത്ത് നമുക്ക് പെപ്പരിക്ക പൗഡർ, ഗാർലിക് പൗഡർ, കുറച്ച് സോയാ സോസ്, കുറച്ച് ഓയിസ്റ്റർ സോസ്, ചില്ലി പൗഡർ, എല്ലാം ഓരോ സ്പൂൺ എടുത്താൽ മതി. പെപ്പർ പൗഡർ, കുറച്ച് ഓർഗാനോ, എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഉപ്പ് ഇതിൽ സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മസാല. കുറച്ച് ഓയിലും കൂടി ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ചിക്കൻ നമുക്ക് മാറ്റാം. ഇതിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്ര ഓയിൽ വേണ്ട, നമുക്ക് കുറച്ച് ഓയിൽ മാറ്റാം. ഇതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, ഗാർലിക് ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, കുറച്ച് മസാലക്ക് ഉപ്പ് വേണമല്ലോ, അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തേക്കണത്. അത് കഴുകി ട്രെയിൻ ചെയ്ത് വെച്ചേക്കണേണ്, വെള്ളമെല്ലാം പോയി. അത് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണ്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് സോയാ സോസ്, എല്ലാം ഓരോ സ്പൂൺ മതിയേ. എനിക്ക് പിന്നെ ഇങ്ങനെ സ്പൂൺ വേണ്ട, ഒരു കൈക്കണക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒഴിക്കണത്. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് അതും കുറച്ച് ഒഴിക്കണം. ഇതിങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ പരണ്ടിരിക്കൂലേ, അപ്പം കറക്റ്റ് ഒരു പരുവമാണ്. ഇവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കണത്. അപ്പം 4 കപ്പ് വെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്, അതൊന്ന് ഈ ചൂടുവെള്ളത്തിൽ ഒരു ക്യൂബ്സ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ആ സ്റ്റിക്ക് ഒരെണ്ണം വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പണി. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ജസ്റ്റ് ചിക്കൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ പെറുക്കി വെച്ചാൽ മതി. ചിക്കൻ്റെ വെള്ളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് അടച്ച് വെച്ച് കുക്കായി വരട്ടെ. ഇനി നമുക്ക് തുറന്നൊന്ന് നോക്കിയാലോ. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, നമ്മുടെ റൈസ് നല്ല എന്താ വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 1 പോട്ട് ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട, റൈസൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. കണ്ട, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസ് തന്നെ ഭയങ്കര ടേസ്റ്റ് തിന്നാൻ. ഇങ്ങനെ സോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അധികം സ്പൈസി അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്.
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബായ്.